guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അവിടെ ഇങ്ങനെ ചൂട് രസം ഇരിക്കുന്നുണ്ട്. വെറും രസമല്ല, ഇത് മുതിര രസമാണ്. ഹോസ് ഗ്രാം വെച്ചിട്ട്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കൊള്ളു എന്ന് പറയും. കൊള്ളു രസമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി രസമാണ് കേട്ടോ. അതും ഞാനിത് വറുത്തെടുത്തിരിക്കുന്നത് നെയ്യിലാണ്. എന്താ ഫ്ലേവർ അറിയോ? പിന്നെ രസം പൗഡർ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ്, ഇൻസ്റ്റൻ്റായിട്ട്. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ രസം പൗഡറല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം സൂപ്പർ ടേസ്റ്റി രസം, ഹെൽത്തി ആയിട്ടുള്ള മുതിര രസം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് വീഡിയോ മുഴുവൻ കാണും. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് താഴെ കമൻറ്റ് ചെയ്യണം ഉറപ്പായിട്ടും. സോ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നമുക്ക് മുതിര രസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മുതിര രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഒന്ന്, ഞാനിവിടെ ചട്ടിയിൽ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ചെറിയ ചുടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചു. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ട് ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു കപ്പോളം വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഇത്ര വന്നിട്ടുണ്ട്, കണ്ടോ? പുളിവെള്ളമാണത്. അതിലേക്ക് കുറച്ചുകൂടെ അതിനെ ഡയല്യൂട്ട് ചെയ്ത് എടുത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതോടെ 2 മീഡിയം സൈസ് തക്കാളി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതേമാതിരി ഇതിലേക്ക് രസത്തിനുള്ള ഒരു ക്വിക്കായിട്ട് നമുക്കൊരു എൻ്റെ മസാലയൊന്ന്, രസം പൗഡർ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വരണ മാതിരി ജീരകം, പിന്നെ എന്താ എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ വരണ മാതിരി മുഴുവനായിട്ടുള്ള മല്ലിയും ഇതിൽ ഉണ്ട്, കണ്ടോ? മുഴുവൻ മല്ലിയും ഇതിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കളർ കണ്ട് പേടിക്കേണ്ട, ഞാൻ ഗരം മസാലയ്ക്ക് പൊടിച്ചിട്ട് എടുത്തതാണ്, പിന്നെ കഴുകിയില്ല. അതങ്ങനെ രസം പൗഡർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതാണ്. ഓക്കെ, സോ ഇത് നമുക്കൊന്ന് പൊടിച്ച് എടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ പൊടികൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് മല്ലിപ്പൊടി, ജീരകത്തിൻ്റെ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, എല്ലാത്തിൻ്റെയും പൊടികൾ ആഡ് ചെയ്ത് കൊടുത്താലും നമുക്ക് ഈ രസം ഉണ്ടാക്കാൻ പറ്റും ഈസി ആയിട്ട്. സോ ഞാനത് ഫ്രഷ് ആയിട്ടാണ് എപ്പോഴും പൊടിച്ചെടുക്കാൻ എനിക്കിഷ്ടം. അതിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടെ നന്നായിട്ട് വരും. സോ ഞാനിത് ഫ്രഷ് ആയിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ. പൊടിച്ചെടുത്ത ശേഷം നമുക്ക് ഇത് രസത്തിലോട്ട്, പുളിവെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുത്ത ശേഷം കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ എന്താ പൊടിച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്രഷ് ചെയ്ത വരുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കുറച്ച് ചെറിയ തരുതരിപ്പുണ്ട്, നല്ല ടേസ്റ്റ് തരും, നല്ല മണവും വരണ്ട കേട്ടോ ഇതിലിപ്പോൾ. സോ ഇത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് തക്കാളി ഒന്ന് അരിഞ്ഞ് ഇതിലേക്ക് നന്നായിട്ട്, ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കാൻ പോവുകയാണ്. അതിനാണ് കുറച്ചുകൂടെ ഫ്ലേവർ ഉള്ളത്. ഞാൻ അല്ലാതെ വെറുതെ അരിഞ്ഞിട്ട് ഞാൻ നോക്കി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൾപ്പാക്കിയിട്ട് എടുക്കാം. പക്ഷേ അമ്മ പറഞ്ഞെന്ന വഴിയാണ് കൈ കൊണ്ട് പുളിവെള്ളത്തിൽ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമിയെടുക്കാൻ വേണ്ടിയിട്ട്. സോ അതിനാണ് എനിക്ക് കുറച്ചുകൂടെ ഫ്ലേവർ കൂടുതലുള്ള പോലെ തോന്നിയത് കേട്ടോ. സോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതുപോലെ ചെയ്യാം, ഏതാണ് സൗകര്യമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയും. ഞാനിത് യൂസ് ചെയ്യാറില്ല. ആ ഞെട്ടിയുള്ള ഭാഗമില്ലേ, അത് ഞാൻ എപ്പോഴും കട്ട് ചെയ്ത് കളയും. ഇപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിടാം കേട്ടോ. നീളത്തിലാണ് കട്ട് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ, നീളത്തിൽ കാണാനാണ് ഇഷ്ടമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അല്ല ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ എന്തായാലും ഞാൻ കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഇതൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഷേപ്പ് വേണം ഈ കറിക്കേന്നൊന്നുമില്ല കേട്ടോ. ഇനി ഞാനിതാ അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കശക്കിയെടുക്കണം. കണ്ടോ, എൻ്റെ ആ പൾപ്പൊക്കെ ഒന്ന്, എൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ വെള്ളത്തിലോട്ട്, പുളിവെള്ളത്തിലോട്ട് പിടിക്കണം. അതിനുശേഷം നമുക്ക് ഈ പൊടികളും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. സോ ഞാൻ എന്താ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ പൾപ്പൊക്കെ അതിൽ നന്നായിട്ട് ആ പുളിവെള്ളത്തിൽ കളറേ മാറി കണ്ടോ. തക്കാളിയുടെ നിറം തന്നെ അതിലേക്ക് വന്നു കഴിഞ്ഞു. സോ ഇനി നമുക്ക് മുതിര രസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുതിര ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഞാൻ ഓൾറെഡി ഇവിടെ മുതിര വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രയാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ ഞാൻ വെള്ളത്തിൽ കുതിർക്കാനിട്ടത് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാകും. ഒരു ഗ്രാമിൽ അളവ് പറയുകയാണെങ്കിൽ ഒരു 50 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 2-3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് തലേദിവസം ഇന്നലെ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് നമുക്ക് ഞാൻ കുക്കറിലിട്ടിട്ട് കുതിർന്ന ശേഷം ഒരു 5 മുതൽ ഒരു 8 മണിക്കൂർ വരെ കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് കുതിർന്ന് വന്ന ശേഷം ഞാനിത് കുക്കറിലിട്ടിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു 4-5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ ഒരു 5 വിസിൽ, അല്ല ഒരു ഫ്ലെയിം വന്നിട്ട് ഞാൻ ചെയ്തത് ഒരു ഫ്ലെയിം വന്ന ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം 2 ടേബിൾ സ്പൂണാണ് അത് ഈ കിടക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ വെള്ളത്തോട് കൂടെ തന്നെ ഞാൻ നമ്മുടെ തക്കാളി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്ര കോംപ്ലിക്കേറ്റഡൊന്നുമില്ല, ഞാൻ കുറച്ച് ബേസിക്സ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. ഈ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ചത് എന്താ ഫ്ലേവർ അറിയോ, മുഴുവൻ ഫ്രഷ് ആയിട്ടുള്ള മല്ലി പൊടിക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേകത തന്നെയാണ്. ഞാനൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഒരു രസം തയ്യാർ. നല്ല ചുടാ രസം ഈ സമയത്തൊക്കെ കുടിക്കാൻ നല്ല രസമാണ്. ഇപ്പം ഒന്നാമത്തെ മഴയല്ലേ, നല്ല ചൂട് രസം കുടിച്ചു നോക്കൂ, നല്ല രസം ഉണ്ടാകും ഈ തണുപ്പത്ത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ പൊടിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഉപ്പ് ഇനി നോക്കിയിട്ട് മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടെ ഡൈല്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്തായാലും ഞാനിതൊരു 8 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുകയാണ് അടുപ്പ് കത്തിച്ചിട്ട് ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ഇതാ ഒരു 8 മിനിറ്റോളമായി നമ്മുടെ രസം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് അപ്പുറത്തെ ഗ്യാസിൽ വെച്ചിട്ട് ഇതിലേക്കുള്ള കടുവറ ചെയ്യാം. ഓക്കെ, നല്ല അടിപൊളി രസം കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം. നമ്മുടെ സാധാരണ രസം മാതിരിയല്ല, ഹോസ് ഗ്രാമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതൊക്കെ അപ്പുറത്തെ ഗ്യാസിൽ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മാട്ടുവണ്ടിയിലെ പോരാതെ ഒരു തീ പൊണ്ണു കട്ടിയത് മഴകളി മണ്ണിൽ വന്ന സിന്ദ എഴുതെഴുതി ഒരു വാസം സോ നമുക്ക് ഇതാ ഞാനൊരു കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞാൻ നെയ്യിലാണ് വറുത്ത് എടുക്കാൻ പോകുന്നത്. സോ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു, ഒരു ടീസ്പൂണോളം, ഒന്നുമില്ല ഒരു 3/4 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന്
ചൂടായി വരുന്ന സമയത്ത് നല്ലോണം ചൂടായി. അപ്പം ഇനി നമുക്കൊന്ന് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില താഴ്ത്തി കൊടുത്തോളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇടാത്തത്. മല്ലിയില ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ നല്ല ഫ്ലേവർ തരാം. ഓക്കെ, ഇതാ കടുക് പൊട്ടി തുടങ്ങി. ഇനി ഞാനിവിടെ ഒരു 3 വെളുത്തുള്ളി ഞാൻ ഇതവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. സോ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 3 കൊടുക്കാം കേട്ടോ, എൻ്റെ ആ ഫ്ലേവർ വരുന്നവർ. നമുക്കൊന്ന് ലൈറ്റ് ബ്രൗൺ നിറം ആയിക്കഴിഞ്ഞാൽ കോരി മാറ്റാം. നെയ്യിൽ ചെയ്യും, കാരണം നെയ്യാണ് കുറച്ചുകൂടെ ഫ്ലേവർ, നല്ല ടേസ്റ്റ് വരും നെയ്യിൽ ചെയ്യുന്ന രസം. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട്, കണ്ടോ നല്ലോണം ചൂടായ എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി. നമുക്ക് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രസം റെഡിയായി. സോ ഞാനിനി ഇത് ഡൈനിങ് ടേബിളിൽ കൊണ്ട് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് രസം, ചോറിൻ്റെ ഒപ്പം ഒഴിച്ച് കഴിക്കാം. എന്തെങ്കിലും കൂടെ ഉപ്പേരി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഉപ്പേരിയെന്ന് ഉദ്ദേശിച്ചത് മെഴുക്ക് പുരട്ടിയോ തോരനോ വല്ലതും ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ലഞ്ചായിരിക്കും. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.